ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ചുണ്ടങ്ങ കറിയാണ് വെക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും. മഴ ആയതുകൊണ്ട് എനിക്ക് എടുത്തു പോയിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ചെറിയ ചുണ്ടങ്ങ. എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. റോഡ് സൈഡിലും തൊടികളിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്നതാണ്. നല്ല വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ഔഷധ സസ്യമാണിത്. ഈ ചുണ്ടങ്ങ എല്ലാവരും കറി വയ്ക്കാറുണ്ട്, പിന്നെ കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ചുണ്ടങ്ങയെല്ലാം അടർത്തിയെടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ നമ്മൾ ഇത് ചതച്ചെടുക്കണം. ഞാൻ തെറിച്ച് പോകുന്നതുകൊണ്ടാണ് ഓരോന്നായിട്ട് ഇട്ടിട്ട് ചതച്ചെടുക്കുന്നത്. ഇതാ ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ നല്ല വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം. അതിലൊരു കറയുണ്ട്, അത് മുഴുവനായിട്ട് പോയി കിട്ടണം. അപ്പോൾ ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് ഇതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വഴറ്റിയെടുക്കുന്നതുകൊണ്ട് ഇത്തിരി കൂടുതൽ എണ്ണ ഒഴിക്കണം. കുറച്ച് എണ്ണയാകുമ്പോൾ നമുക്ക് വഴറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ 2 വലിയുള്ളിയും കുറച്ച് ചെറിയുള്ളിയും കൂടി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇതാ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഉള്ളിയൊക്കെ എത്രത്തോളം വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം വഴറ്റിയെടുക്കണം. അത്രയും ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കറിക്ക്. പക്ഷെ കരിയാനും പാടില്ല. അപ്പം ഇതാ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഞാൻ കഴുകി വെച്ച ചുണ്ടങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചുണ്ടങ്ങയും ഉള്ളിയും എല്ലാം ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് അതൊന്ന് വാടി വരുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. മലയാളികൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. തമിഴ് നാട്ടിലൊക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. തമിഴ് സ്ത്രീകളൊക്കെ ഇത് ധാരാളമായിട്ട് കറി വയ്ക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ കർക്കിടക സമയങ്ങളിലൊക്കെ അവർ ധാരാളമായിട്ടിത് കറി വയ്ക്കാറുണ്ട്, കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട്. നമ്മൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലൊക്കെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ കൊണ്ടാട്ടം കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ചുണ്ടങ്ങ ഒന്ന് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ തക്കാളി, ഒരു പഴുത്ത തക്കാളി ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് ആയതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇത് ഒന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ തക്കാളി ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അതിൻ്റെ പുളി കൂടി നമുക്ക് കിട്ടും. അപ്പം ഞാനിതാ ഒരു നെല്ലിക്ക വലുപ്പമുള്ള പുളി അതിലേക്ക് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം. വെന്ത് വന്നതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്ത് ചേർക്കണം. അപ്പോൾ തേങ്ങ വറുത്തരച്ച കറിയാണിത്. അപ്പോൾ ഇതാ എല്ലാം ഉപ്പെല്ലാം പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. ഞാനിതാ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിനി തേങ്ങ വറുത്തരച്ച് ചേർക്കുമ്പോൾ ഇത്തിരി കുറുകി വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. തേങ്ങയിൽ നമ്മൾ പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ചുണ്ടങ്ങയും ഉള്ളിയെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്തരച്ച് തേങ്ങ ഇതിലേക്ക് ഇതാ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഈ ചുണ്ടങ്ങ കറി അടിപൊളി ടേസ്റ്റാണ്. ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചുണ്ടങ്ങയൊക്കെ നമ്മുടെ തൊടികളിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കറീൻ്റെ ആവശ്യമില്ല, ഇത് മാത്രം മതിയാവും. അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഈ ചുണ്ടങ്ങ വയറിലെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു ഔഷധമാണ്. പിന്നെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക്, പിന്നെ നമ്മുടെ വയറ്റിൽ ഗ്യാസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു ഔഷധമാണ് കേട്ടോ. ഇത് കഴിച്ചാൽ നമുക്ക് വയറിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഞാനിതാ തേങ്ങ വറുത്തരച്ച് അതിൽ ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ
കടുക് വറുത്ത് കടുകും ഉള്ളിയെല്ലാം വറുത്ത് ചേർത്തിട്ടുണ്ട്. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം ചുണ്ടങ്ങിയൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്.